അവസാന നിമിഷം വിശാൽ അയാളുടെ തന്ത്രത്തിൽ വീണാൽ ചിലപ്പോ ശേഖരനെ കൊല്ലാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് അയാളെ പോലീസിന് കൈമാറിയെന്ന് വരും. അങ്ങനെ സംഭവിച്ചാൽ ഇത്തവണയും നമ്മുടെ പദ്ധതി പൊളിയും. അങ്ങനെ അങ്ങനെ വിശാലിന്റെ മനസ്സ് മാറുമോ? മാറിയാലോ? അല്ല, മാറി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? അങ്ങനെ സംഭവിക്കാൻ ഇടവന്നാൽ പ്ലാൻ ബി നമ്മൾ പുറത്തെടുക്കണം. പ്ലാൻ ബിയോ? അതെന്താ പ്ലാൻ ബി? ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതെനിക്കിപ്പൊ തോന്നിയൊരു ഐഡിയയാ. അതെന്താന്ന് പറയാ ചേച്ചി. പ്രതാപ, വിശാലിന് മനം മാറുകയും അവൻ ശേഖരനെ കൊല്ലാതിരിക്കുകയും ചെയ്താൽ ആ ഉദ്യമം നീ ഏറ്റെടുക്കണം. എന്നുവെച്ചാ? വിശാൽ ശേഖരനെ കൊന്നില്ലെങ്കിൽ അവന്റെ കയ്യിലെ തോക്ക് നീ പിടിച്ചു വാങ്ങി നീ ശേഖരനെ വെടിവെച്ച് കൊല്ലണം. ഞാനോ? അതെ, നീ തന്നെ അത് ചെയ്യണം. വിശാലിന്റെ തോക്കുകൊണ്ട് നീ ശേഖരനെ വെടിവെച്ച് കൊന്നാൽ ആ കുറ്റം, ആ കൊലപാതക കുറ്റം നമുക്ക് വിശാലിന്റെ തലയിൽ കെട്ടിവെക്കാം. എന്താ പ്രതാപ, അതല്ലേ ബുദ്ധി? അപ്പോ ഒരു വെടിക്ക് 2 പക്ഷി ക്ലോസ്. ചേച്ചി, ഇത് നല്ല ബുദ്ധി തന്നെ. ഒരു വെടിക്കേ 2 പക്ഷികളല്ല, 3 പക്ഷികളാ വീഴാൻ പോകുന്നത്. 3 പക്ഷിയോ? ഏതാ മൂന്നാമത്തെ ഒരു പക്ഷി? ഒന്നും അറിയാത്ത പോലെ. ഞാൻ തന്നെയാ മൂന്നാമത്തെ പക്ഷി. മനസ്സിലായില്ലേ? പ്രതാപ, എനിക്ക് നീ പറയുന്നത് മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല? ഓഫ് ചേച്ചി, വിശാല് ശേഖറിനെ വെടിവെക്കാൻ മടിച്ചു നിൽക്കുമ്പോ ഞാൻ ആ തോക്ക് വാങ്ങി ശേഖറിനെ വെടിവെച്ചാൽ വിശാൽ വെറുതെ കണ്ടോണ്ട് നിൽക്കുവോ? ചത്ത് നിലത്ത് വീണില്ലെങ്കിൽ ശേഖരൻ വെറുതെ നിൽക്കുവോ? അവരാരെങ്കിലും എന്റേന്ന് തോക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് എന്നെ വെടിവെച്ചാലോ? പ്രതാപ, നിന്റെ ഉന്നം പിഴയ്ക്കരുത്. വിശാലിൽ നിന്നും ആ തോക്ക് പിടിച്ചു വാങ്ങിയാൽ നീ ശേഖരനെ വെടിവെച്ചിരിക്കണം. അത് കൃത്യമായി ശേഖരന്റെ നെഞ്ചത്ത് തറച്ച് അവൻ വീണിരിക്കണം. അതിന് നിനക്ക് സാധിക്കുമോ? അതിന് സാധിച്ചാൽ നീ സേഫാണ്. പിന്നെ ആർക്കും നിന്നെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. അതിന് ചേച്ചിക്ക് എന്താ എത്ര ഉറപ്പ്? ഉറപ്പുണ്ട് പ്രതാപ. ശേഖരൻ വെടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ തോക്കിൽ വേറെ ബുള്ളറ്റ് ഉണ്ടാവില്ല. വിശാലിന്റെ കയ്യിലുള്ള ആ തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് ഒഴികെ ബാക്കി എല്ലാ ബുള്ളറ്റുകളും ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. പ്രതാപ, നിനക്ക് ദ്രോഹം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ഈ ചേച്ചി നിന്നെ ഏൽപ്പിക്കുവോ? എടാ, നീയൊന്ന് ധൈര്യമായിട്ടിരിക്കെ. നിനക്ക് ഒരാപത്തും വരില്ല. എന്താ പ്രതാപ, നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നീ ഇത് ചെയ്യില്ലേ? ചെയ്യും.
ഹലോ ഹലോ ചേച്ചി. എന്താടാ അവിടെ വിശാൽ വന്നോ? ഇല്ല ചേച്ചി, ഇതുവരെ വന്നിട്ടില്ല. അയാളോ? ആ ശേഖരമേനോ അയാൾ എവിടെ ഉണ്ടോ? അയാൾ ഇവിടെ ഉണ്ട്. എടാ അയാൾ തനിച്ചാണോടാ? അതെ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഉം. പക്ഷേ കയ്യിലൊരു ബാഗുണ്ട്. അതായത് വളരെ സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൽ വിശാലിനെ കാണിക്കേണ്ട തെളിവുകളായിരിക്കും. പ്രതാപ, പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് ചേച്ചി. എടാ, ഒരു കാരണവശാലും പാളിപ്പോവരുത്. ശേഖരമേനോൻ വിശാലിനോട് സത്യങ്ങൾ വിളിച്ച് പറയുന്നതിന് മുൻപ് അയാളെ തട്ടിയിരിക്കണം. അത് നടന്നിരിക്കും ചേച്ചി. ഇല്ലെങ്കിൽ ഇനിയുള്ള എന്റെ 16 വർഷത്തെ ജീവിതം ജയിലിനകത്ത് നശിച്ചു പോവും. ആ ടെൻഷനൊന്നും വേണ്ട ചേച്ചിക്ക്. ഇന്ന് ശേഖരന്റെ മരണവാർത്ത ചേച്ചിയുടെ ചെവിയിൽ എത്തിയിരിക്കും. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ശേഖരമേനോൻ ജീവനോടെ ഈ ഭൂമിയിലുണ്ടാവൂ. ചേച്ചി ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. ഓക്കേടാ. ഹലോ പ്രഭാവതി മാഡം, പറയണം. ഇൻസ്പെക്ടർ, ഞാനിപ്പോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപ ക്രെഡിറ്റ് ചെയ്യും. 10 ലക്ഷോ? അതെ, 10 ലക്ഷം തന്നെ. അപ്പോ എന്തോ കനപ്പെട്ട കേസ് കെട്ടാണല്ലോ മാഡം. അതെ, ഒരു മർഡറാണ്. മർഡറോ? അതെ, പറയാം. അപ്പൊ പറഞ്ഞത് ഓക്കെ ആണല്ലോ? കാര്യം സക്സസ് ആവുമല്ലോ? ഡൺ. മാഡത്തിന്റെ ആവശ്യം നടത്തിയിരിക്കും. എന്നാ ശരി. സമാധാനിക്കും. അമ്മ വേണ്ട വേണ്ട, അയ്യോ വേണ്ട മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം.
നീ അബദ്ധമൊന്നും കാണിക്കരുത്. എനിക്ക് നിങ്ങളുടെ ഒരു കുമ്പസാരവും കേൾക്കണ്ട. അയ്യോ വേണ്ട. ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് വന്നത്. എനിക്ക് നിങ്ങളെ കൊല്ലണം. വേണ്ട മോനെ വേണ്ട. എന്നിട്ട് എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും. വേണ്ട മോനെ വേണ്ട. എന്റെ അമ്മയുടെ ആത്മാവ് സന്തോഷിക്കും. ഇല്ല വിശാലെ, എന്നെ കൊന്ന മോന്റെ അമ്മയുടെ ആത്മാവ് സന്തോഷിക്കില്ല, മറിച്ച് ദുഃഖിക്കേ ഉള്ളൂ. ഒരു നിരപരാധിയെ കൊന്നതിന്റെ പേരില് മകൻ ജയിലിലാവുന്ന തോർത്ത് ആ അമ്മ സങ്കടപ്പെടും. എടോ, താൻ എന്തൊക്കെ പറഞ്ഞാലും തന്റെ വിധി ഒരിക്കലും മാറ്റി എഴുതാൻ പറ്റില്ല. വേണ്ട. അയ്യോ തന്നോടുള്ള പക അതെനിക്കിന്ന് തീർക്കണം. വേണ്ട വിശാലെ വേണ്ട. എന്നെ മോ കൊന്നോ, പക്ഷെ എന്നെ കൊന്നതിന്റെ പേരില് വിശാൽ ഒരിക്കലും പശ്ചാത്തപിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ കയ്യിലുള്ള ഈ ബോക്സ് ഒന്ന് നോക്ക്. ഇതിനുള്ളിൽ, ഈ ബോക്സിനുള്ളിൽ നിന്റെ അമ്മയെ കൊന്നവരെ കുറിച്ചുള്ള സത്യങ്ങൾ അടങ്ങിയ തെളിവുകളുണ്ട്. ഇത് നോക്ക്. എന്നിട്ട് ഇതിലും മോന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഗായത്രി അമ്മയെ കൊന്നത് ഞാനാണെന്ന് തോന്നൽ മോൻ ഒരിക്കലും മാറുന്നില്ലെങ്കിൽ, മോൻ എന്നെ കൊന്നു. ഇതൊന്ന് നോക്ക് മോനെ, നോക്ക്. പ്രതാപ, ചേച്ചി, ഇവിടെ വിശാൽ വന്നിട്ടുണ്ട്. എന്നിട്ട്? ശേഖരമേനോൻ അയാളുടെ കയ്യിലിരുന്നൊരു ബോക്സ് വിശാലിന് കൊടുക്കാൻ പോവാ. എടാ, അത് കണ്ടിട്ട് നീ അവിടെ നോക്കി നിൽക്കാണോ? പ്രതാപ, ആ ബോക്സ് കൊടുത്താലേ അതിനുള്ളിലെ രഹസ്യങ്ങളെ കുറിച്ച് ശേഖരൻ വിശാലിനോട് പറഞ്ഞാ അത് നമുക്ക് പിന്നെ കുരുക്കായിട്ട് മാറത്തില്ലേ? അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നീ ആ ശേഖരനെ അങ്ങ് തീർത്ത് കളയും. ശരി ചേച്ചി. വേണ്ട മോനെ. ഈ അടവൊക്കെ താനെ തന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. മോനെ അരുത്. എന്തൊക്കെയോ രേഖകൾ തെളിവായി ഈ പെട്ടി കൊണ്ടുവന്നാലേ ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയോ? മോനെ, എനിക്കൊന്നും കാണണ്ട. ഞാൻ തന്നെ കൊല്ലാനാ വന്നത്. അരുത്. തന്നെ ഞാനേ കൊന്നിരിക്കും. മോനെ, എനിക്കൊന്നും കാണണ്ട. മോനെ, മോനെ, വേണ്ട. വിശാൽ ബ്രോ, വിശാൽ സർ, സാറ് എന്തായി ചെയ്തേ? സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അല്ലേ? ഇല്ല, ഞാനല്ല. ബ്രോ, ഗാർഗി, ഞാനല്ല ഷൂട്ട് ചെയ്തേ. ബ്രോ തോക്ക് പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടതല്ലേ? അതെ, അത് സത്യമാ. പക്ഷെ ഞാനല്ല. ഞാനല്ല ഇത് ചെയ്തേ. ഇത് ഇവിടെയുള്ള വേറെ ആരോ.
മുത്തശ്ശ ഗാർഗി മുത്തശ്ശ വിശാലല്ല എന്നെ വെടിവെച്ചത്. വിശാൽ പറഞ്ഞത് ശരിയാ. വേറെ ആരോ മറഞ്ഞിരുന്ന് വെടിയുതിർത്തതാ. ഈ പെട്ടിയില് ഗായത്രി അമ്മ ആരാണ് കൊന്നതെന്നതിന്റെ തെളിവുകളാ. ഇത് വിശാലിന് കൊടുത്തിട്ട് സത്യങ്ങൾ അവനെ എനിക്ക് ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിനാ അവനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പക്ഷെ അതെനിക്ക് സാധിച്ചില്ല. ഞാൻ തോറ്റുപോയി. ഈ പെട്ടിയിലെ സത്യങ്ങൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഗായത്രി അമ്മയുടെ നാടായ ലക്ഷ്മിപുരത്ത് പോണം. ഈ പെട്ടി തുറന്ന് ഇതിനുള്ളിലെ തെളിവുകൾ അറിയാനുള്ള വഴികൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഈ പെട്ടി ഇനി പാർവതി സൂക്ഷിക്കണം. പാർവതി വിചാരിച്ച ഇതിനുള്ളിലെ തെളിവുകൾ പുറത്തെടുക്കാനാവും. ഗായത്രി അമ്മയുടെ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് അറിയാനാവും. അയ്യോ മുത്തശ്ശ ഇനി നമ്മൾ എന്ത് ചെയ്യും പാർവതി? എനിക്കറിയില്ല ഗാർഗി. ആരാ ഇദ്ദേഹത്തെ വെടിവെച്ചത്? ഇതിപ്പോ പോലീസും കേസും ഒക്കെ ആവുമല്ലോ. ചെയ്യാത്ത തെറ്റിന് വിശാൽ സാറ് പ്രതി ആവുമല്ലോ. എന്റെ ഉദയനൂരമ്മ സാറിനെ ഇതിന്ന് രക്ഷിക്കണേ. അല്ല, മുത്തശ്ശനെ എങ്ങനെയെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ? ചിലപ്പോ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചാലോ? വിശാൽ സാർ ഒന്ന് വരട്ടെ. ബ്രോ, മുത്തശ്ശന് അനക്കമില്ല. ഇനി എന്താ ചെയ്യാ? ഗാർഗി, നീ ഒരു ആംബുലൻസ് വിളിക്ക വേഗം.